തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വികസന സദസ്സുമായി സർക്കാർ. സെപ്റ്റംബർ 20-നും ഒക്ടോബർ 20-നും ഇടയിൽ സദസ്സുകൾ സംഘടിപ്പിക്കണം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വികസനം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിക്കും. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഇന്നു മുതൽ കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഭവനങ്ങൾ സന്ദർശിക്കുന്ന പരിപാടി ഇന്നു മുതലാണെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം BJPയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേ തരത്തിൽ മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ നീക്കം? സർക്കാർ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വികസന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയുള്ള ഒരു മാസത്തിനിടയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കണം. അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ പങ്കെടുപ്പിക്കേണ്ടവരുടെ എണ്ണവും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെലവാക്കാനുള്ള തുകയുടെ കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കണം. അതായത് ഈ കാലയളവിൽ സർക്കാർ നടപ്പാക്കിയ പദ്ധതികളും അതിനൊപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നടപ്പാക്കിയ വികസന പദ്ധതികളുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കണം. ഈ സംസ്ഥാന സർക്കാരിന്റെയും വകുപ്പുകളുടെയും ഒക്കെ വികസന കാര്യങ്ങൾ ചർച്ചയാക്കണം. അതിനു പുറമെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കുണ്ടെങ്കിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സദസ്സുകളാണ്. നമ്മൾ നവകേരള സദസ്സുകൾ കണ്ടതിന് മറ്റൊരു രൂപമായി ഇതിനെ വേണമെങ്കിൽ കാണാം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് ഇത്തരത്തിലൊരു വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയം കൂടിയുള്ളത്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരം നിർദ്ദേശം നൽകുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത് നിർബന്ധമായും ചെയ്യണമെന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. അതിനോട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപന നിലപാട് വളരെ പ്രധാനപ്പെട്ടതാകും. എന്താണ് അതിനോടുള്ള പ്രതികരണമെന്നാണ് ഇനി അറിയേണ്ടത്. ശരി, വി അരുൺ വിവരങ്ങൾ പങ്കുവച്ചു.